എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൻ്റെ പുറത്തിറങ്ങി. ഇനി കോളേജിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. KSRTC കിട്ടും, പ്രൈവറ്റും കിട്ടും. ഞാൻ KSRTCക്കാണ് പോണേ. ഇനി ഇവിടുന്ന് ബസ് കയറിയാൽ നമുക്ക് ഇനി ഇറങ്ങാനുള്ളത് മൂവാറ്റുപുഴ KSRTCയിലാണ്. അവിടെ നിന്നാണ് ഞാൻ ബുക്ക് ചെയ്ത ബസ്സുള്ളത്. ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് നേരം വൈകി. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ബസ് എത്തിയിട്ടുണ്ട്. ഇന്ന് ബസ് പക്ഷേ നേരത്തെ എത്തിക്കും. അപ്പോൾ ഞാൻ ബസ് കയറി. ഇനി നമുക്ക് നമ്മളെ യാത്ര തുടങ്ങാം. ഞാൻ ബുക്ക് ചെയ്ത ബസ് 5:25 ഏകദേശം 5 ആ സമയത്ത് തന്നെയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ബസ് ആദ്യം എത്തിയത് ഏകദേശം കൊണ്ടൊക്കെ പെരുമ്പാവൂർ സ്റ്റാൻഡെത്തി. അപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാച്ച് നോക്കും, നോമ്പെടുക്കാൻ സമയമായിക്കണം നോക്കിയുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 6:30 6:30 നമ്മൾ അങ്കമാലി സ്റ്റാൻഡിലെത്തി. വണ്ടി ഇങ്ങനെ ഭയങ്കര സ്പീഡാട്ടോ. ഇവിടെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വീട്ടിലേക്ക് എത്താനുള്ള റൂട്ടൊക്കെ മനസ്സിലായി. പെരുമ്പാവൂർ, കാലടി, അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, എടപ്പാൾ, കുറ്റിപ്പുറം, കോട്ടക്കൽ. അപ്പോൾ അങ്ങനെ ഏകദേശം നോമ്പെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റൂമിലുള്ള പൊതിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. സംഗതിയിൽ ആപ്പിളും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആൾക്കാലം ഈത്തപ്പഴം വെച്ചാണ്ട് നോമ്പറന്നു. അങ്ങനെ ഈത്തപ്പഴം വെള്ളമൊക്കെ വെച്ച് ഞാൻ നോമ്പ്. പിന്നെ മറ്റുള്ള സാധനങ്ങൾ കഴിക്കാൻ എനിക്കൊരു മടി. അങ്ങനെ യാത്രയിൽ ഞാൻ വെറുതെ ഇന്നൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കി. ഫുള്ളി ഇട്ടേന്. ഇപ്പോൾ നമ്മൾ എറണാകുളം ജില്ല വിട്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ KSRTC ആണ്. ഇവിടുന്ന് ഞാൻ ചെറിയൊരു ചായ അടിച്ചു. നമ്മൾ പോണ വണ്ടി ഇവിടുന്ന് കോട്ടയത്തു നിന്ന് കാസർഗോഡ് വരെ പോണ വണ്ടിയാണ്. ഇത് KSRTC സ്വിഫ്റ്റ് ബസ്സാണ്. ഇതിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു. ഇപ്പോൾ കുന്നംകുളം എത്തി. ഇനി കുന്നംകുളം കഴിഞ്ഞാൽ ഇനി എടപ്പാൾ, കുറ്റിപ്പുറം, പിന്നെ കോട്ടക്കലാണ്. എടപ്പാളെത്തിപ്പം വരെ ഭക്ഷണമൊക്കെ നിർത്തി. അപ്പോൾ ഞാൻ 2 പൊറോട്ടയും മീൻകറിയാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഞാൻ കുറ്റിപ്പുറം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചു നോക്കി എന്താണ് ഇവിടെ ഇറങ്ങേണ്ടിന്ന്. അപ്പോൾ ഒരു കോട്ടക്കൽ ഇറങ്ങാണ്ട, കോട്ടക്കൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, കുളപ്പുറം. അങ്ങനെ നമ്മൾ ഇപ്പോൾ കോട്ടക്കലെത്തി. കോട്ടക്കൽ ഞാൻ അങ്ങനെ ആലോചിക്കണം, എന്തൊക്കെ അല്ലേ കടലിലൂടെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ്. എന്താ പറയുക, ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാ ഇൻ്റർനാഷണലോ നാഷണലോ അങ്ങനത്തെ എല്ലാ ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട്. സാധാരണ ഞാൻ ഇവിടുത്തെ ഈ കോട്ടക്കൽ ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങല്. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി നമ്മളിത് മാറ്റി പിടിച്ചു. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. ഞാൻ പിന്നെ വല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ വരുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി.